ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എന്താ പരിപാടി? അപ്പോൾ ഞാൻ എന്താ പരിപാടി എന്നല്ലേ, കുറച്ച് പോച്ചയൊക്കെ പിച്ച് കളഞ്ഞ കേട്ടോ. അപ്പോൾ ആ ഗ്രോ ബാഗിൽ നമ്മുടെ ക്യാരറ്റ് ഇട്ട് കിളിപ്പിച്ച് വെച്ചിരുന്നതാണ്. അങ്ങനെ കിളിച്ച് വന്ന് 2 ദിവസം മുമ്പേ ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്ന എല്ലാം പിരിച്ച് നട്ട് വെച്ച് കേട്ടോ. അതാണ്ട് ഈ കാണുന്ന കുഞ്ഞ് ഇലയുടെ ഇത് കണ്ടോ, അതാ ക്യാരറ്റിൻ്റെ തൈ. അപ്പം അത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന എല്ലാം നമ്മൾ പിരിച്ച് നട്ട് വെച്ചതാണ് കേട്ടോ. പക്ഷേ എന്ത് പറ്റിയെന്നറിയോ, വിത്തിട്ടപ്പോൾ അതെല്ലാം കൂടെ കൂടിപ്പോയി. അപ്പോൾ കൂട്ടി അതങ്ങനെ വരത്തില്ലല്ലോ. അങ്ങനെ അത് മൊത്തം ഞാൻ 2 ദിവസം മുമ്പേ എന്താ പറയുക നട്ട് വെച്ചത്. അതാ കണ്ടോ, ഇതുപോലെ മൊത്തത്തിൽ അങ്ങ് കൂടിപ്പോയി. പക്ഷേ ഇതിങ്ങനെ നിന്നാൽ കിളിക്കത്തില്ല. അപ്പോൾ ഇത് നമ്മൾ പിരിച്ച് നട്ട് വെക്കണം. അങ്ങനെ അത് നട്ട് വെക്കാനാട്ടോ രാവിലെ ഞാൻ അല്ലുമോളെ സ്കൂളിലൊക്കെ കൊണ്ടുവന്നാക്കി ഞങ്ങളങ്ങനെ ടെറസിൽ കയറിയത്. അപ്പോൾ നമ്മൾ വെള്ളരിയുടെ തൈയാട്ടോ ഇത്. വെള്ളരി നമ്മൾ എന്താ പറയുക പന്തലിലോട്ട് പടർത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, അത് അണ്ടർഗ്രൗണ്ട് ചെടിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ആ വേരാണ് ടാപ്പ് റൂട്ടാണ് ഇതിനുള്ളത്. അപ്പോൾ ആ ടാപ്പ് റൂട്ടാണ് ക്യാരറ്റായിട്ട് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ വേര് പോവാതെ തന്നെ നമ്മളത് എടുക്കണം. ഇങ്ങനെയല്ല ഇത് കിളിപ്പിക്കണം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മുടെ ഈ വേര് നമ്മൾ നട്ട് വെക്കുമ്പോൾ തന്നെ ഇത് ഓരോ സീഡോ അല്ലെങ്കിൽ അതിൻ്റെ വിത്ത് ഇങ്ങനെ കുറച്ച് ദൂരെ നട്ട് വെച്ചാൽ നമുക്ക് ഇത്രയും പാട് വരത്തില്ല. ഇതിപ്പോൾ നമ്മൾ നട്ടപ്പോൾ ഇങ്ങനെ ഒറ്റ എല്ലാം കൂടെ കൂടിപ്പോയതാണ്. അപ്പോൾ ഇത് ഇനി ശ്രദ്ധിച്ച് എടുത്ത് ഓരോന്ന് തൈയായിട്ട് നമ്മൾ നട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. പക്ഷെ നല്ല പാടുപെട്ട പണിയാണ്. കാര്യം നമ്മളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇതെല്ലാം വലിയ ചെടിയായിരുന്നു. പക്ഷെ അതല്ല കേട്ടോ, ഭയങ്കര തീരെ കുഞ്ഞു ചെടികളായിരുന്നു ഇത് മൊത്തം. അങ്ങനെ ഒരു വിധം അതിനകത്ത് നിന്ന് എടുത്ത്, പിന്നെ ഇതിന് വേണ്ടത് നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ വേണ്ടത്. നല്ല ലൂസായി കിടക്കുന്ന മണ്ണാണ് വേണ്ടത്. അപ്പോൾ ഇതെന്തായാലും മണല, ചകിരിച്ചോറും ചാണകത്തിൻ്റെ പൊടിയും പിന്നെ നമ്മുടെ എന്താ പറയുക കുറച്ച് ജൈവവളമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത്രയും ലൂസായിട്ടുള്ള മണ്ണിനകത്ത് അത് ക്യാരറ്റില്ലെങ്കിൽ അത് സ്റ്റക്കായി നിൽക്കുക ക്യാരറ്റിനകത്ത്. അങ്ങനെ ഞാനിപ്പം എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അറിയില്ല. ഒരു ഗ്രോ ബാഗിൽ ഒരു 7-8 തൈ ഞാനിപ്പം നടുന്നുണ്ട്. അഥവാ ഇതിനകത്ത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വേറെ ഗ്രോ ബാഗിലോട്ട് ആക്കാം. അതാണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഭയങ്കര ലോലമായിട്ടുള്ളൊരു ചെടിയാട്ടോ അത്. ഹാൻഡിൽ വിത്ത് കെയർ തന്നെയാണ് ഈ സാധനം. അങ്ങനെ ഒരുവിധം ഉണ്ടായിരുന്ന എല്ലാം ഞാൻ നട്ടു വെച്ചു. ഒരുപാടുണ്ടായിരുന്നു. വേറെയും 2-3 ഗ്രോ ബാഗിലും കൂടെ വെച്ച് തണലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും നല്ലപോലെ വേര് പിടിച്ചിട്ട് വെക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ അമരക്കയുടെ കുറച്ച് തൈ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് ദാണ്ട് അമരക്കയുടെ തൈ നമ്മൾ പിരിച്ച് നട്ടതായത് ഇനിയും പിരിച്ച് നടാനുണ്ട്. ദാണ്ട് ഇരിക്കുന്നത് ഇതെല്ലാം ഇനി പിരിച്ച് നട്ട് വെക്കണം, വിത്തിട്ട് കിളിച്ച് നിൽക്കുക. അപ്പം ഇന്നത്തെ രാവിലത്തെ കൃഷി വിശേഷങ്ങൾ ഇതൊക്കെ ആട്ടോ. ദാണ്ട് കുറച്ച് മുളകുമൊക്കെ തൈ വന്നിട്ടുണ്ട്, മുളക് പൂ ഇട്ടിട്ടുണ്ട്. പിന്നെ ദാണ്ട് എവിടെന്നോ കിളിച്ചൊരു 10 മണി അവിടെ കിളിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ്. ബാക്കി എല്ലാ വിശേഷങ്ങളായിട്ട് വൈകിട്ട് വരുന്നുണ്ട് കേട്ടോ. ബൈ.